ഇസ്രയേൽ സൈന്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശകരമായ മനുഷ്യവിഭവശേഷി പ്രതിസന്ധി നേരിടുന്നുവെന്ന് ഇസ്രയേലി റിസർവ് ജനറൽ വെളിപ്പെടുത്തി. ഒരു ദിനപത്രത്തിൽ നടത്തിയ അഭിപ്രായ പ്രകടനത്തിൽ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരും കമ്മീഷൻ ചെയ്യാത്ത മറ്റു ഉദ്യോഗസ്ഥരും സമീപ മാസങ്ങളിൽ സേവനത്തിൽ നിന്ന് വിട്ടുനിന്നതായി അദ്ദേഹം പറഞ്ഞു. അവർ സൈന്യത്തിലേക്കുള്ള ക്ഷണം നിരസിക്കുകയും കരാറുകൾ പുതുക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വംശഹത്യയുടെ 2 വർഷത്തിനിടയിൽ സൈന്യത്തിന് 923 സൈനികരെ നഷ്ടപ്പെടുകയും 6399 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുകയുണ്ടായി. ഇതിനു പുറമെ 20,000-ഓളം സൈനികർ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെന്ന് സൈനിക ഡേറ്റ ഉദ്ധരിച്ച് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കനത്ത സൈനിക സെൻസർഷിപ്പിന് കീഴിൽ സൈന്യത്തിന്റെ മനോവീര്യം നിലനിർത്താൻ ഉയർന്ന നഷ്ടങ്ങൾ മറച്ചുവെച്ചതായി ആരോപണവുമുണ്ട്. നിരവധി ഉദ്യോഗസ്ഥർ ഉടനടി പിരിച്ചുവിടൽ ആവശ്യപ്പെട്ടതായും റിക്രൂട്ട്മെന്റുകൾ ദീർഘകാല കരാറുകളിൽ ഒപ്പിടാൻ വിസമ്മതിച്ചതായും ഇത് സൈന്യത്തിലുടനീളം ജീവനക്കാരുടെ വ്യാപകമായ ക്ഷാമം സൃഷ്ടിച്ചതായും ബ്രിക് എഴുതി. മനുഷ്യശക്തിയിലെ കുത്തനെയുള്ള കുറവ് ഉപകരണങ്ങളുടെ പരിപാലനത്തിലും യുദ്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനത്തെയും ദുർബലപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഗുരുതരമായ സാഹചര്യം സൈന്യത്തിന് പൂർണ്ണമായും പ്രവർത്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാമെന്നും ഇറ്റ്ഷാക് പറയുന്നു. സമീപ വർഷങ്ങളിൽ തുടർച്ചയായി നിയോഗിക്കപ്പെട്ട ചീഫ് ഓഫ് സ്റ്റാഫുകളെ അദ്ദേഹം മോശമായ തീരുമാനങ്ങൾക്ക് കുറ്റപ്പെടുത്തുന്നു. അവരുടെ തീരുമാനത്തിൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കലും പുരുഷന്മാർക്ക് 3 വർഷവും സ്ത്രീകൾക്ക് 2 വർഷവും കുറഞ്ഞ സേവന കാലാവധിയും ഉൾപ്പെടുന്നു. ഇത് വേഗത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത വലിയ വിടവുകൾ സൃഷ്ടിച്ചു. ഈ വിടവുകൾ പരിചയസമ്പന്നരായ പ്രൊഫഷണലുകളെ സേവനത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. സൈന്യത്തിന്റെ മാൻ പവർ ഡിവിഷൻ വർഷങ്ങളായി പ്രൊഫഷണലിസമോ ഉത്തരവാദിത്തമോ ഇല്ലാതെ പ്രവർത്തിക്കുകയും മനുഷ്യവിഭവശേഷി കൈകാര്യം ചെയ്യുന്നതിലും അതിന്റെ ആവശ്യങ്ങൾ വിലയിരുത്തുന്നതിനുമുള്ള പ്രധാന പ്രശ്നങ്ങൾ അവഗണിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. കാലഹരണപ്പെട്ട സംവിധാനങ്ങളെ വിഘടിച്ച ഡേറ്റാബേസുകളും കാരണം സൈന്യം വിവര അന്ധത അനുഭവിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാൻ പവർ പ്രതിസന്ധി ഇസ്രയേൽ സൈന്യത്തിന്റെ പൂർണ്ണമായ പക്ഷാഘാതമായി പരിണമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചാനൽ 12 വാർത്താപ്രകാരം IDFന്റെ ലഫ്റ്റനന്റ് ക്യാപ്റ്റൻ റാങ്കുകളിലായി 1300ഓളം ഓഫീസർമാരുടെയും മറ്റൊരു 300 മേജർമാരുടെയും കുറവുണ്ട്. സൈന്യം നടത്തിയ ആഭ്യന്തര സർവേകളെ ഉദ്ധരിച്ച ഓഫീസർമാരിൽ 63% പേർക്ക് മാത്രമേ സൈന്യത്തിൽ തുടരാൻ താൽപര്യമുള്ളൂ എന്നാണ്. 2018 ഇത് 83% കമ്മീഷൻ ചെയ്യാത്ത ഓഫീസർമാർ ഈ വർഷം 37% സൈന്യത്തിൽ. 2018 ഇത് 58% 2023 ഒക്ടോബർ മുതൽ ഗാസയിൽ നടന്ന കൂട്ടക്കൊലയിൽ 70,000-ലധികം പലസ്തീനികളെ, കൂടുതലും സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയത്. അതേസമയം അഴിമതി കേസിലെ മാപ്പ് അഭ്യർത്ഥനയ്ക്കെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ തേടിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കൈക്കൂലി, വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള കേസുകളിൽ തനിക്ക് മാപ്പ് നൽകണമെന്ന നെതന്യാഹുവിന്റെ അഭ്യർത്ഥനയ്ക്കെതിരെ ഇസ്രയേലിൽ പ്രക്ഷോഭം തുടരുകയാണ്. ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിനാണ് കഴിഞ്ഞ ദിവസം നെതന്യാഹു കത്ത് നൽകിയത്. നിലവിലെ വിചാരണ നടപടികൾ നിർത്തിവെക്കുകയും കേസുകൾ റദ്ദാക്കുകയും വേണമെന്നാണ് കത്തിൽ നെതന്യാഹു ആവശ്യപ്പെട്ടത്. ഇതിനെതിരെ പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വന്നതോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ തേടാനാണ് നെതന്യാഹുവിന്റെ നീക്കം. ട്രംപുമായി നെതന്യാഹു ദീർഘനേരം ഫോണിൽ സംസാരിച്ചിരുന്നു. പ്രതിപക്ഷ നേതാക്കളിലും മറ്റും സമ്മർദ്ദം ചെലുത്താൻ US പ്രസിഡന്റിനോട് നെതന്യാഹു ആവശ്യപ്പെട്ടതായാണ് വിവരം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മാപ്പ് നൽകാൻ പ്രസിഡന്റിന് കഴിയില്ലെന്ന് അദ്ദേഹത്തിന്റെ മുൻ അഭിഭാഷകൻ പ്രതികരിച്ചു. അസാധാരണ അപേക്ഷയായതിനാൽ പ്രസിഡന്റിന് തീരുമാനം കൈക്കൊള്ളാൻ എളുപ്പമല്ല. കുറ്റം സംബന്ധിച്ച് പശ്ചാത്താപം പ്രകടിപ്പിച്ച് അടിയന്തരമായി രാഷ്ട്രീയം വിടണം എന്ന പ്രതിപക്ഷ ആവശ്യം നെതന്യാഹു തള്ളി. അതിനിടെ ഗാസയിൽ വെടിനിർത്തൽ ലംഘിച്ച ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ 2 പേർ കൂടി മരിച്ചിരുന്നു. റഫേലെ തുരങ്കങ്ങളിൽ കഴിയുന്ന മുഴുവൻ ഹമാസ് പോരാളികളെയും വധിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പും നൽകി. ഇവർക്ക് സുരക്ഷിത പാത ഒരുക്കണമെന്ന നിർദ്ദേശം നേരത്തെ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.